ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് കുറേ നാളായി നമ്മൾ ഓൺ വോയിസ് വന്നിട്ടുള്ളത്. മഴയും തണവും ഒക്കെ കൂടി ആയപ്പോഴേ തൊണ്ടയ്ക്ക് ചെറിയൊരു സൗണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ മഴ കൊള്ളലും മഴയത്ത് പൂലും വരലും ഒക്കെയാണ് നമ്മുടെ ഫീൽഡ്, അങ്ങനെയാണല്ലോ. അപ്പോൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല തണവൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇന്ന് നമ്മൾ നോക്കിയേ മലയാള മാസം കർക്കിടകമാണ്. കർക്കിടകത്തിൻ്റെ എനിക്കതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. കർക്കിടകമാണെന്നറിയാം. നമുക്ക് എല്ലാ വർഷവും നമ്മുടെ ഷോപ്പിൽ മരുന്ന് കഞ്ഞി എനിക്ക് കൊണ്ടു തരാറുണ്ട്. എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങളത് 7 ദിവസം മുടങ്ങാതെ നമ്മളത് കഴിക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ ഷോപ്പിനടുത്തുള്ള നല്ലൊരു ക്ലബ് അംഗങ്ങളാണ് അവർ ചെയ്യണത്. അവർ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ എല്ലാവർക്കും സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ മുന്നേ കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പ്രസവ സമയത്തൊക്കെ നമ്മളങ്ങനെ ആ സമയത്ത് കഴിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. വലിയ ഓർമ്മയൊന്നുമില്ല, ഒത്തിരി നാളുകളായല്ലോ. അപ്പോൾ നമ്മളിതിപ്പോൾ 2ാമത്തെ വർഷമാണ്. ഈ വർഷം കൂടി നമുക്ക് അവർ തന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 7 ദിവസമാണ് ഇവരത് സ്പോൺസർ ചെയ്യണത്. അപ്പോൾ നമുക്കും കൂടി കടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മലയാള മാസമായിട്ട് കഴിക്കണവർ കഴിക്കണം എന്നാണ് ഞാൻ പറയണത്. നമുക്ക് 40കളിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 30-ന് മേലെ അല്ലെങ്കിൽ 35-ന് മേലൊക്കെ എത്തുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എപ്പോഴും വിചാരിക്കേണ്ട ഫുഡിൻ്റെ മാത്രമായിട്ടാണല്ലോ ചേച്ചി വരണതെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ സ്പെഷ്യലി വരണത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് നമ്മൾ ഫുൾ ടൈം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഇന്ന് സ്പെഷ്യലി ഈ ഒരു മരുന്ന് കഞ്ഞിയുടെ സ്പെഷ്യലാണെന്ന്. അതിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാട്ടോ. എന്ന് വെച്ചാൽ മരുന്ന് കഞ്ഞിയിൽ അത്യാവശ്യം നല്ല മരുന്നും എന്താ പറയുക തേങ്ങയും നല്ല രസമായിട്ട് തന്നെ അവർ നാച്ചുറൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യണത് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ പറമ്പുകളിൽ നിന്ന് നല്ല മരുന്നായിട്ടാണ് അവർ ചെയ്യണത്. അവർ സെൽഫായിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ആ ക്ലബിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള നല്ല രീതിയിലാണ് അവരത് പ്രിപ്പയർ ചെയ്യണത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയി വാങ്ങിച്ചിരുന്നു. ഇവിടുന്ന് ഞാനും വേറൊരു സ്റ്റാഫും കൂടി പോയി വാങ്ങിച്ചിരുന്നു. വണ്ടിയുമ്പോൾ പോയി നമ്മൾ പാത്രമായിട്ട് പോകും. ഇപ്രാവശ്യം അവരിങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അവർ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷമില്ലായിരുന്നു. നമ്മുടെ ഷോപ്പുകാർക്ക് പോയി മേടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മരുന്ന് കഞ്ഞിയാണ്. ഇന്ന് മുതൽ മരുന്ന് കഞ്ഞി സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കാത്തവർ കഴിക്കുക തന്നെ വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യാനോ പഠിക്കാനോ അറിയില്ല. അപ്പോൾ അതിങ്ങനെ വെറുതെ കിട്ടുന്നതുകൊണ്ട് നമ്മളത് കഴിക്കുക. നമുക്ക് സന്തോഷമല്ലേ. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് കൊണ്ട് വീടുകളിലെ അമ്മമാർക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ അതിന് സമയമില്ല. പ്രത്യേകിച്ച് എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ നേരത്തെ കഴിച്ചു വന്നാലും ഉപ്പൊന്നും ഇടാതെ നല്ല ഫ്രഷ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അത്രയും നല്ല രസമുണ്ട്. താങ്ക് യു. ആ ക്ലബിനോട് നന്ദി പറയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. കഴിച്ച് നോക്കണ്ട.